ആ സ്വാമി, ഞാനിവിടെ തന്നെ ഉണ്ട്. രമേശനെ അവൻ്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇല്ലില്ല, അസുഖമൊന്നുമല്ല, എന്തോ ചെറിയ പനി പോലെ. ഞാൻ പോയിക്കൊള്ളാൻ പറഞ്ഞു. സ്വാമിയോട് ഒന്ന് വണ്ടി എടുത്തോളൂല്ലോ അല്ലേ? ആ ശരി, വേഗം വാ. അങ്ങനെ ആശുപത്രിക്ക് സമയം കുറിച്ചു. ജയശങ്കർ ജീവിതത്തിൽ വീണ്ടും ജയിച്ചു തുടങ്ങി. ആ സ്വാമി എങ്ങനെ വന്നു ഇത്രയും വേഗം? ഒരു ബൈക്ക് വന്നു, കൈ കാണിച്ചു, ലിഫ്റ്റ് ചോദിച്ചു, അതുകൊണ്ട് ഓട്ടോ കാശ് ലാഭം. ആ, ബൈക്കിലൊന്നും ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് സ്വാമി, റിസ്ക്കാണ്. സ്വാമിയുടെ തലയാണ് എനിക്ക് മുഖ്യം. തല മുഖ്യം ബിഗിലേ. ആ, ആശുപത്രിക്ക് വിളക്ക് കൊളുത്താൻ മുഹൂർത്തം കുറിച്ച് കിട്ടിയല്ലേ? കിട്ടി സർ, നല്ല ഒന്നാം തരം മുഹൂർത്തം. 10:30 മാറ്റ് 10-ാം ഉദയം. അതെന്താ 10-ാം ഉദയത്തിനൊരു പ്രത്യേകത? സാറിനത് അറിയത്തില്ല. 10-ാം ഉദയത്തിന് മേടം 10 എന്നൊരു പര്യായം കൂടിയുണ്ട്. സൂര്യ തേജസ് ഏറ്റവും ശക്തിയിൽ പ്രഭ ചൊരിയുന്ന ദിവസം. അന്ന് വേണം പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ. അത് കൊള്ളാം. തങ്കച്ചി വരില്ലേ? പിന്നെ വരാതെ. പട്ടേരി വിളിച്ചിരുന്നു. രാവിലത്തെ എമിറേറ്റ്സിൽ തങ്കച്ചി ലാൻഡ് ചെയ്യും. മാരിയറ്റിലാണ് സ്റ്റേ. അവിടുന്ന് നേരെ നമ്മുടെ ആശുപത്രിയിലേക്ക് വിളക്ക് തെളിയിക്കുക. അപ്പോ സൂര്യൻ കത്തിച്ചൊലിക്കുന്ന ദിവസം തന്നെ തങ്കച്ചിയുടെ കാലുകുത്തും. അതെ, നമ്മുടെ എല്ലാ സംരംഭങ്ങൾക്കും വെളിച്ചം പകരാൻ. പിന്നെ സാറേ, 3 ഒമിനി വാനുകളുടെ കാര്യം പട്ടേരി ഉറപ്പ് തന്നിട്ടുണ്ട്. ഒരു ട്രോമ കെയർ ആംബുലൻസിന്റെ കാര്യം മിക്കവാറും നടന്നേക്കും. അതെങ്ങനെ? നമ്മുടെ ആശുപത്രിക്ക് തങ്കച്ചീന്റെ വക സമ്മാനം, നിർധനരായ രോഗികൾക്ക് വേണ്ടി.